ഹലോ. അപ്പോൾ ഇന്നത്തെ ചെറിയ ചില വിശേഷങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ലെങ്കിലും രാവിലെ ലഞ്ച് ബോക്സിലേക്ക് പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഫിഷ് ബിരിയാണി, അതാണ് റെസിപ്പി. അപ്പോൾ ചായ ഇടാൻ പോവുകയാണ്. അപ്പോൾ ചായപ്പൊടിയിൽ ഞാൻ കുറച്ച് ഏലക്കയും കുറച്ച് കരയാമ്പൂ ഒരു കഷ്ണം പട്ടയും ചേർക്കും കേട്ടോ, പൊടിച്ച്. അത് ചായ നല്ല ടേസ്റ്റാണ്, അപ്പോൾ നല്ല മണവുമാണേ. അപ്പോൾ രാവിലെ ദോശയായിരുന്നു. അതുപോലെ തന്നെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ വെള്ളം ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് നെയ്യും സ്പൈസസും ഇട്ട് കൊടുത്ത് ചോറൊന്ന് ഒരു പകുതി വേവിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കി അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത് നമ്മളൊരു 3 സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരുമ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മുഴിഞ്ഞ് വന്നു കഴിയുമ്പം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം അത് നല്ല കണക്കൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തവ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മുമ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും മാത്രമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഒരുപാട് ഓവർ ഫ്രൈ ആവേണ്ട കാര്യമില്ല. തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് അത് നമുക്ക് നേരെ അങ്ങ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഈ ബിരിയാണി കേട്ടോ. വേറെ പിന്നെ എസൻസോ അതിനകത്ത് വേറെ എന്തിനും മല്ലിച്ചപ്പും പുതിനയും പോലും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാര്യം എല്ലാം ഒന്നും രാവിലെ ഒന്നും എല്ലാവരുടെയും വീടുകളിൽ നിന്ന് കാണത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോറിടുക, മസാല ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ട് ഒന്ന് ദമ്മിട്ടിട്ടുണ്ട്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, വേറെ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇത് സുരക്ഷിതമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ചൂരയുടെ പീസസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇത്തിരി സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ടേ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അമ്മ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അമ്മ വന്നപ്പോഴത്തേനും ചീനിയും അതണക്കിൻ്റെ മുളക് വെച്ച മീൻകറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയ ചില ഇഷ്ടങ്ങൾ അമ്മ അത് വരുമ്പോൾ കയ്യിൽ അവൽ നനച്ചത്, അതുപോലെ തന്നെ അമ്മയുടെ സ്പെഷ്യൽ ഉള്ളിവട കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഒരു ദിവസം അമ്മയെ കൊണ്ട് ഞാൻ ചെയ്യിച്ച് ചാനലിൽ ഇട്ടേക്കാം കേട്ടോ.